കേരയിൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയിട്ടില്ലെന്നും പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ 150 കോടി കൈപ്പറ്റിയെന്ന ആരോപണം അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചിരുന്നില്ല. അൻവറിന്റെ ആരോപണം CPM ഏറ്റെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. അൻവറിന്റെ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. വിശദാംശങ്ങൾ വന്ന ശേഷം പാർട്ടി അഭിപ്രായം പറയും. ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും സിൽവർ ലൈനിനെ ഒഴിവാക്കിയ സംസ്ഥാന സർക്കാരും പദ്ധതി ഏതാണ്ട് കൈവിട്ട സൂചനയാണ് നൽകുന്നത്. പദ്ധതിയുടെ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്നും കേരളത്തിൽ റെയിൽവേയുടെ ഭാവി വികസനത്തിനും വേഗം കൂട്ടലിനുമെല്ലാം ഈ പദ്ധതി തടസ്സമാകുമെന്നും ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് 4 മാസം മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈനിനു വേണ്ടി കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചായിരുന്നു ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട്. ഇതിനുശേഷം കേരളയിൽ അധികൃതർ പലവട്ടം ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയും അവർ ഉന്നയിച്ച തടസ്സവാദങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ അലൈൻമെന്റ് മാറ്റാം എന്നുവരെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ദക്ഷിണ റെയിൽവേ സ്വീകരിക്കുകയോ അനുകൂല മറുപടി നൽകുകയോ ഉണ്ടായില്ല. റെയിൽവേ ഭൂമി വഴിയുള്ള പദ്ധതി നടത്തിപ്പിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ഭേദഗതിയും വരുത്തിയതുമില്ല. ഈ സാഹചര്യത്തിൽ കേരളിനും സർക്കാരിനും പദ്ധതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെട്ട സിൽവർ ലൈനിനെ ഇത്തവണ തഴഞ്ഞതും ഇക്കാരണത്തിലാണ്. 2019 ഡിസംബറിൽ റെയിൽവേ ബോർഡിന് സമർപ്പിച്ച DPR തന്നെ കാലഹരണപ്പെട്ടു. കേന്ദ്രം അനുമതി നൽകുമായിരുന്നെങ്കിൽ ഇതിനകം അനുകൂല നടപടി ലഭിക്കുമായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാരും എത്തിയിട്ടുണ്ട്. കേരളയിൽ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ നടത്തിക്കോട്ടെ എന്നല്ലാതെ സിൽവർ ലൈൻ ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുമ്പിലേക്ക് പോകേണ്ടതില്ലെന്നും ധാരണയായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിൽവർ ലൈൻ ഇനി ട്രാക്കിൽ കയറില്ലെന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുമ്പ് പറഞ്ഞത്. ഇതോടെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത ഏറെക്കുറെ മങ്ങിയിരുന്നു. കേന്ദ്ര ബജറ്റിന് ശേഷം സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കേരളം ഇക്കാര്യത്തിൽ താല്പര്യമൊന്നും കാണിച്ചില്ലെന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം. പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരോട് ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം കേന്ദ്രമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ചാണ് കേരളത്തിന്റെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി V അബ്ദുൾ റഹ്മാൻ നിലപാട് അറിയിച്ചത്. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയ പ്രതികരണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും അവഗണന മറച്ചുവെക്കാനുള്ള തന്ത്രമാണെന്നുമാണ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. റെയിൽവേ വികസനത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് എക്കാലവും നിഷേധാത്മക സമീപനം സ്വീകരിച്ചവരാണ് ഇപ്പോൾ ആക്ഷേപമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. റെയിൽവേ വികസനവുമായി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പണം മുടക്കുകയും ചെയ്തിരുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളം. റെയിൽവേ വികസന പദ്ധതികൾക്കായി മുഖ്യമന്ത്രി തന്നെ കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും നിരവധി തവണ കത്ത് നൽകുകയും ചെയ്തെങ്കിലും നിലവിലെ സ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു.